നമസ്കാരം. മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ വ്യൂവേഴ്സിനെല്ലാം സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറഞ്ഞാൽ, മറ്റൊരാളുടെ ശാപവാക്കുകൾ നമ്മൾ കേൾക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മനസ്സുരുകിയുള്ള ഒരു വാക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ചെയ്താൽ നമുക്കത് ഏൽക്കുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഏൽക്കുമോ എന്നുള്ളത് നമ്മളുടെ ഒരു ഈശ്വരാധീനം പോലിരിക്കും. ഈശ്വരനിലുള്ള നമ്മളുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി കണക്കിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായി ജപം നടത്തുന്ന ആ ഒരാൾ സത്യമുള്ള ആളുമായിരിക്കണം. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മനസ്സിൽ എത്ര ഒരു ദുശ്ചിന്ത ഉണ്ടായിക്കൊള്ളട്ടെ, അപ്പോൾ എന്തെല്ലാം നമ്മളെ മാലിന്യം ഉണ്ടായിക്കൊള്ളട്ടെ, ആ മാലിന്യമെല്ലാം ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു ജപം, ഒരു മെഡിറ്റേഷൻ പോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ ഒന്ന് വലുത് തന്നെയാണ്, വലിയൊരു ശക്തി തന്നെയാണ്. നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ട് നമ്മൾക്ക് ചുറ്റിലും ഒരു റൊട്ടേഷൻ, ഒരു കവചം തീർക്കും എന്നാണ് പറയുന്നത്. അതിനാണ് പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ പലതിനും സമയം കണ്ടെത്താറുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ, പുറത്ത് പോകാൻ സമയം കണ്ടെത്താറുണ്ട്, നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ സമയം കണ്ടെത്താറുണ്ട്, അല്ലെ ആരോടെങ്കിലും വിശേഷം പങ്കുവയ്ക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ നമ്മളാരും ഒരു അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്താൻ ആർക്കും പറ്റുന്നില്ല. അപ്പം ചിലവർ പറയും, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തെല്ലാം ചെയ്തിട്ട് എനിക്കൊരു മാറ്റവുമില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കരുത് ഒരിക്കലും. ഈശ്വര, എനിക്കത് മേടിച്ചു തരണം, അല്ലെ എനിക്കത് കിട്ടണം എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചൊരിക്കലും നമ്മൾ സാധന ചെയ്യരുത്. അത് തെറ്റാണ്. കാരണം നമുക്ക് വരാനുള്ളത്, നമ്മളെ കണ്ണിൽ കൊള്ളാനുള്ളത് നമ്മളെ പിരുവത്ത് തട്ടിപ്പോവും. നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ളത് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരും, നേർവഴി നമുക്ക് കാണിച്ചു തരും. നമ്മളെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ഹിൻഡ് നമുക്ക് ദൈവം തന്നിരിക്കും ആ നിത്യ ഉപാസന ചെയ്യുന്ന ഒരാൾക്ക്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഒരു വീട് നിറച്ച് മാറാല പിടിച്ച് കിടക്കുകയാണ്, അത് ചിലന്തി വലയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അവിടോട്ട് കയറി എങ്ങനെ താമസിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, ഒരിക്കലും നമുക്ക് കയറി താമസിക്കാൻ പറ്റത്തില്ല. ആ വീട്ടിൻ്റെ മാറാലയെല്ലാം അടിച്ച് വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒരു ശുചിയാക്കി കയറി താമസിക്കാൻ പാകത്തിനല്ലേ നമുക്ക് കയറി താമസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ വൃത്തിയായിട്ട വീട്ടിനകത്ത് നമുക്ക് കയറി താമസിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ ഒരു മനുഷ്യന് ഒരുപാട് പാപങ്ങൾ, മുൻജന്മ പാപങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ചെയ്ത, ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത കർമ്മഫലങ്ങളും എല്ലാം നമ്മളിലുണ്ട്. അപ്പോൾ അത് പെട്ടെന്നൊരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് എന്ന കാര്യം എനിക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം നമ്മളത് സാധന ചെയ്യണം. അപ്പം നിത്യവും നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ നമുക്ക് നിസ്കരിച്ച് പ്രാർത്ഥിക്കാം, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ ദൈവങ്ങളും ഒരു ശക്തി തന്നെ, ഒരു ദൈവത്തിനെയും ഞാൻ കുറച്ച് പറയില്ല, എല്ലാ ദൈവങ്ങളും ഒരു ശക്തി തന്നെ. ഇപ്പം നമുക്ക് മാതാവിനെ, ഈശോപ്പച്ചനെ ആണെങ്കിൽ നമുക്ക് ജപമാലയിലൂടെ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം, ഒരു മെഡിറ്റേഷൻ പോലെ നമുക്ക് നിത്യവും ചെയ്യാം. അതിൻ്റെ ഒരു ശക്തി ഒന്ന് വേറെ തന്നെയാണ്. നിത്യ ഉപാസന ചെയ്യുന്നവരെ മറ്റുള്ളവരുടെ ശാപവാക്ക് ഏൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. കാരണം ആ ഒരു ശാപവാക്ക് നമ്മൾ സാധന ചെയ്യുന്നതിലൂടെ നമ്മളെ ശരീരത്തുള്ള മാലിന്യങ്ങൾ, നമ്മളെ പാപങ്ങൾ, നമ്മൾ ചെയ്ത മുൻജന്മ പാപങ്ങൾ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം തട്ടി നീങ്ങിപ്പോന്നു, അതിലൂടെ തട്ടി നീങ്ങിപ്പോന്നു. അങ്ങനെ ഒരാളെ ഒരു ശക്തിക്കും, ഒരു ദുഷ്ടശക്തിക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒരിക്കലും അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. നമ്മളിപ്പം പ്രാർത്ഥിക്കുക, ആദ്യം ഇപ്പം നാരായണ മന്ത്രമാണെങ്കിലും നമഃശിവായ മന്ത്രമാണെങ്കിലും നിത്യവും അതിൽ തുടങ്ങി ഒരു 108 തവണ ദിവസവും ഒരു നാരായണായ നമ, ഓം നമോ നാരായണായ നമ, അല്ലെ ഓം നമോ ഭഗവതേ വാസുദേവായ നമ. അതല്ലെങ്കിൽ ദുർഗാദേവിയുടെ മന്ത്രമുണ്ട്, പിന്നെ ശിവമന്ത്രമുണ്ട്, ഓം നമ ശിവായ. ഈ പിന്നെ മഹാലക്ഷ്മി മന്ത്രമുണ്ട്. പോകെ നമുക്കതെല്ലാം പതിയെ നമുക്ക് ഇരുന്ന് കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക് പ്രാർത്ഥിക്കുന്നതിലൂടെ. നമ്മളിപ്പം രാവിലെ
രാവിലെ കഴിവതും ഉണരാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് നാമജപം സാധന ചെയ്യുന്നതാണ്, നാമജപം ചെയ്യുന്നതാണ്, ഉപാസന ചെയ്യുന്നതാണ്, ജപം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ അതിൻ്റെ ഒരു ഹിൻഡ് ദൈവം നമുക്ക് കണ്ണിൽ കാണിച്ചു തരും. നമുക്കൊരു കാര്യം മനസ്സുകൊണ്ട് നമുക്കത് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ ഒരു സത്യമായിട്ട് വരും. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ എനിക്ക് രാവിലെ, സ്ത്രീകൾക്കാണെങ്കിൽ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ശരി, സമയം കിട്ടുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ ജോലി, കുട്ടികൾ, കുടുംബം, അവരുടെയൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നോക്കാൻ സന്ധ്യയ്ക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ രാവിലെ എണീക്കാൻ ശ്രമിച്ച് സൂര്യോദയത്തിന് മുമ്പെങ്കിലും എണ്ണീറ്റ് വിളക്ക് കൊളുത്തി ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ശ്രീസന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുമ്പോഴും നമ്മളെല്ലാ ദൈവത്തിനെയും അതേപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അരമണിക്കൂർ അതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. എന്നിട്ട് ക്ഷേത്രത്തിൽ പോവുക. വീട്ടിലിരുന്ന് നാമം ജപിക്കാതെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കാര്യം? ക്ഷേത്രത്തിൽ പോയിട്ട് ഒരുപാട് വഴിപാടുകൾ നടത്തി എനിക്കൊരു ഫലവുമില്ല, എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അതിൻ്റെ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ്. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ പവർ എന്താണെന്ന്. അതുപോലെ തന്നെ പ്രാർത്ഥന ചെയ്യുന്നവർക്കും അറിയാം അതിൻ്റെ ഒരു ഫലം എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങളൊരു നിത്യവും ഒരു മണിക്കൂർ ആദ്യം തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് തുടങ്ങി വെക്കുക. നാരായണായ നമ 108 തവണ ഒരു ജപമാല വാങ്ങിയിട്ട് 108 മന്ത്രം, അതേപോലെ നമശിവായ. അപ്പം നിത്യവും ചൊല്ലി 100 എന്നുള്ളത് 200 ആക്കാൻ പറ്റും, 200 എന്നുള്ളത് 300 ആക്കാൻ പറ്റും, അങ്ങനെ 1000 ആക്കാൻ പറ്റും. ഒരു ഇരിപ്പിന് നമുക്കൊരു 15 മിനിറ്റ് നാരായണനാമം, 15 മിനിറ്റ് 15 മിനിറ്റ് നമശിവായ മന്ത്രം, അതിൻ്റെ ഒരു പവർ ഒന്ന് വേറെ തന്നെയാണ്. അതേപോലെ ലളിതാ സഹസ്രനാമം നമുക്ക് ജപിക്കാൻ പറ്റുന്നവർക്ക് ജപിക്കാം. അതിൻ്റെ ഒരു ശക്തി 6 മാസം നിങ്ങൾ ജപിച്ച് നോക്കൂ, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കൂ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോയെന്ന്. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിത്യമായിട്ട് ഒരേ ഒരു സമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലി നോക്കൂ. ആ ലളിതാ സഹസ്രനാമം ചൊല്ലി നോക്കുന്നവർക്ക് ഒരു 6 മാസം കൊണ്ട് അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും. അങ്ങനെ ചൊല്ലുന്നവർക്ക് ഒരു ശാപവാക്കോ താപവാക്കോ പ്രാക്കോ ദോഷമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചടിക്കും. കാരണം നമ്മൾ നാമം ചെല്ലുന്നതിലൂടെ നമ്മളെ പാപങ്ങളും ശാപങ്ങളും നമ്മളെ മുൻജന്മ ദോഷങ്ങളും എല്ലാം നമ്മളിൽ കൂടെ കഴുകി പോവുകയാണ്. നമ്മൾ ശുദ്ധമാവുകയാണ്, നമ്മളെ മനസ്സ് നിർമ്മലമാവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നു, നമുക്ക് മനസ്സിന് ദൃഢതയുണ്ടാവും, നമുക്ക് മനസ്സിന് പവർ കിട്ടുന്നു. എന്തും വരട്ടെ, നമ്മൾ മല പോലെ കുലുങ്ങാതെ നിൽക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പവർ കിട്ടും മനസ്സിനും ശരീരത്തിനും. എന്ത് വന്നാലും നേരിടാനുള്ളൊരു ശക്തി കിട്ടും. നമുക്ക് യൂണിവേഴ്സ് നമ്മളെ മുമ്പിൽ വഴി തുറക്കും. നമുക്ക് വളരെ വളരെ നമുക്കൊരു പവർ കിട്ടും. മനസ്സിൻ്റെ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമുക്ക് നേരിടാം. നമുക്ക് മനസ്സിന് ധൈര്യം കിട്ടുമ്പോൾ അവിടെ ഒരു പവർ, നമുക്ക് ചുറ്റിനും ഒരു വലയം നമുക്ക് യൂണിവേഴ്സ് നമുക്ക് സൃഷ്ടിച്ച് തരികയാണ്. നിങ്ങളൊന്ന് ഒരു സാധന ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വഴിപാടുകൾ ചെയ്യൂ. അതേപോലെ തന്നെ വീട്ടിലെ കലഹങ്ങളെല്ലാം ഒഴിവാക്കണം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ കലഹം ഉണ്ടാവില്ല. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ഷമ കൈവരുന്നു എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥിക്കുന്നവർക്ക് ക്ഷമ വരുന്നു. ആ കോൺസെൻട്രേഷൻ കിട്ടുന്നത് പോലെ തന്നെ ക്ഷമയും വരുന്നു. ഭൂമിയോളം ക്ഷമിക്കാൻ പ്രാർത്ഥന കൊണ്ട് എല്ലാം സാധിക്കുമെന്നാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. ഒരു അരമണിക്കൂർ നിങ്ങളൊരു 6 മാസം നിങ്ങൾ ഈ പറയുന്നത് പോലെ വഴിയിലൂടെ ഒരു പ്രാർത്ഥന, ഇപ്പോൾ ജപമാലയാണെങ്കിൽ അങ്ങനെ, പിന്നെ അല്ലാതെ ദേവീ സഹസ്രനാമം, മഹാവിഷ്ണുനാമം, ശിവനാമം, നമശിവായും നാരായണ മന്ത്രത്തെക്കാട്ടിയും പവർ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മാതാവിനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലും വലിയൊരു പവർ വേറെയില്ല. കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക്. അതുവഴി നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും. നമ്മളിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുടെ, ഞാൻ ഈ റീഡിങ് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു വിഷമം മാറാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ റീഡിങ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു റീയൂണിയൻ ആവട്ടെ, ഒരു മേൽഗതി ആവട്ടെ ഉണ്ടാവണേ ഈശ്വരാന്ന് തന്നെ എന്നും പ്രാർത്ഥിക്കുന്നത്, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമ്മൾക്കൊരു സത്യം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കും, നമുക്ക് കള്ളം ചെയ്യാൻ തോന്നത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ വരണേന്ന് നമ്മളെ മനസ്സിൽ തോന്നും. നമുക്ക് അസൂയ ഇല്ലാതാവും, മറ്റുള്ളവരോട് അസൂയ ഇല്ലാതാവും.
നമ്മൾ നിർമ്മലരാവും നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടി. ഞാൻ ഉറപ്പ് പറയും, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണേ എന്നായിരിക്കും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെ ശത്രുക്കൾക്ക് പോലും നന്മ ഉണ്ടാവണേ എന്നായിരിക്കും നമ്മളുടെ ഒരു പ്രാർത്ഥന. അപ്പം തീർച്ചയായും നമുക്ക് ആ ഒരു ഈശ്വര കടാക്ഷം നമ്മളിലേക്ക് വരും. യൂണിവേഴ്സ് നമുക്ക് വഴി തുറക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ നമ്മളോട് തിക്താനുഭവം ചെയ്തു പോയ അവർ തന്നെ അവർക്ക് എന്താണ് വരുന്നത് നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ദൈവം നമ്മളെ കാണിച്ചു തരും. അപ്പം അവർക്ക് അതൊരു നമ്മളോട് തെറ്റ് ചെയ്യുന്നവർക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ശപിക്കുന്നവർക്കായിരിക്കും ആ ഒരു തിരിച്ചടി കിട്ടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞു വന്നത്, പ്രാർത്ഥിക്കുന്നവർക്കും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കും ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല. അവർക്കൊരു മേൽഗതിയേ ഉണ്ടാവുകയുള്ളൂ. പ്രാർത്ഥന ചെയ്യുന്നത് വഴി ഉയർച്ചയിലേക്കേ എത്താൻ കഴിയുള്ളൂ. പിതൃദോഷം ഇല്ലാതാവും, സർപ്പദോഷം ഇല്ലാതാവും, നമുക്കൊരു ഉന്നമനം ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഏറ്റവും ഉപരി നമ്മളെ സന്തതി പരമ്പരകൾക്കായിരിക്കും കിട്ടുന്നത്. നമ്മുടെ മക്കൾ, ഇപ്പം നമ്മൾ ചിലവർ പറഞ്ഞല്ലോ അവരെന്തോ ചെയ്തിട്ടാണ് ഭയങ്കര കോടീശ്വരരായിട്ടിരിക്കുന്നല്ലോ എന്നും കുന്നും അവർക്ക് സന്തോഷം തന്നെ. ചിലപ്പോൾ അവരുടെ തലമുറ ആൾക്കാർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കാം അവർക്ക് കിട്ടുന്ന, അവർ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അവരുടെ മക്കൾക്ക് കിട്ടുന്നത്. അവരുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും അവരുടെ പിൻതലമുറക്കാർ അവർക്ക് ചെയ്തു കൊടുത്ത പുണ്യമായിരിക്കാം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാവും. അവർക്കൊരിക്കലും ഒരു തളർച്ച ഉണ്ടാവില്ല. അവർക്ക് ഒരു മേൽഗതി കൊടുക്കും, അവർ ഉയർച്ചയിലെത്തും. അത് കണ്ട് നമ്മൾ സന്തോഷിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇപ്പം നമ്മളോട് ദ്രോഹം ചെയ്തു, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു തേർഡ് പാർട്ടി, അവർ നമ്മളെ ജീവിതം തട്ടിയെടുത്തുകൊണ്ട് പോയി അവർ ജീവിക്കുന്നു. അവർക്ക് ആ ഒരു ജീവിതം നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും കള്ളത്തിന് മേൽ സത്യത്തിന് മേൽ കള്ളം ജയിക്കുകയില്ല, ഒരിക്കലും ജയിക്കുകയില്ല. അത് നിലനിൽക്കില്ല. അത് വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഒരാളുടെ ജീവിതം തട്ടിയെടുത്ത് മറ്റൊരാൾ ജീവിക്കുകയാണെങ്കിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്ന് തന്നെ വീഴുകയുള്ളൂ. അത് ചിലപ്പോൾ ദൈവം സാധന ചെയ്യുന്നവരുടെ കണ്ണിൽ അത് കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. എന്തിനും നമ്മളെ സാധന ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു ശാപങ്ങളോ താപങ്ങളോ അങ്ങനൊരു പേടി നിങ്ങൾക്ക് വേണ്ട. പ്രാർത്ഥന ചെയ്യുന്നവർക്ക്, പ്രാർത്ഥന ചെയ്യാത്തവർ പ്രാർത്ഥന ചെയ്യാൻ ശ്രമിക്കുക. അതിലേക്ക് ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ ഇറങ്ങുക. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവുക. ഞാനൊരു റീഡിങ്ങിലൂടെ പറഞ്ഞിരുന്നു, ഒരു ത്രെഡ് എനിക്ക് വന്നിരുന്നു, സ്പിരിച്വലി കണക്റ്റഡ് ആവുക എന്നുള്ള ആ ഒരു ത്രെഡ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് വന്നിരുന്നു. അപ്പം ഞാൻ അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ അത് പറഞ്ഞു കൊടുത്തു. എനിക്കത് മുഴുവൻ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി നിങ്ങൾ ദൈവത്തിനോട് അടുക്കുന്നോ അത്രത്തോളം നിങ്ങളിലുള്ള മാലിന്യങ്ങളും ദോഷങ്ങളും എല്ലാം കഴുകിക്കളഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എല്ലാം ദൈവം തന്നെ നിങ്ങൾക്ക് കൊണ്ടു തരുന്നതായിരിക്കും. അവിടെ നിങ്ങളെ തടസ്സങ്ങളും നിങ്ങളെ മറ്റുള്ളവരെന്തെങ്കിലും ഈ കണ്ണുദോഷമോ പ്രാക്കദോഷമോ അതൊക്കെ ഈ ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കും നേരെ 1000 മടങ്ങോടുകൂടി തിരിച്ചു കിട്ടുന്നത്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സമയമെല്ലാം നമ്മളെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ഒരു അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമാധാനവും സുഖവും ഉണ്ടല്ലോ, വേറെ ഒന്നിനും കിട്ടത്തില്ല നമുക്ക്. എനിക്ക് എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തി വരത്തില്ല. എനിക്ക് പ്രാർത്ഥിച്ചാലും എനിക്ക് മതിയാവത്തില്ല. എനിക്കൊരു തൃപ്തി വരാത്തതുപോലാണ് എനിക്ക്. അതേപോലെ നമുക്കങ്ങ് ഒരു എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്ക് കിട്ടും ആ ഒരു പ്രാർത്ഥനയിലൂടെ. എനിക്ക് ഒരു ദിവസം ലളിതാ സഹസ്രനാമം ചൊല്ലിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്, എനിക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗാണ്. അപ്പം അത് ഒരു ദിവസം എനിക്ക് പ്രാർത്ഥിക്കണേ, എൻ്റെ മരണം വരെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു എനിക്ക് നാവിന് ശക്തി തരണേ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണേ, മറ്റുള്ളവരെ ഞാൻ മൂലം ഒരു ദോഷവും ഉണ്ടാവരുതേ ഈശ്വര എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഐശ്വര്യം ഇപ്പം ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് എനിക്ക് ഒന്നും ഞാൻ ധനമോ അങ്ങനെ ഒന്നും ഞാൻ എൻ്റെ മക്കൾക്ക് ആരുടെയും മുമ്പിൽ നമ്മൾ കൈ നീട്ടാതെ ജീവിക്കണം. മക്കൾക്ക് നല്ല ഒരു ഉന്നമനം ഉണ്ടാവണം. എൻ്റെ മക്കൾ നല്ല രീതിയിൽ ഉയരണം. അത്രമാത്രമേ എൻ്റെ കുടുംബം നല്ല രീതിയിൽ പോകണം. അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ നല്ല മനസ്സോടുകൂടി നമ്മളെ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഉപാസിച്ചാൽ, നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ദൈവം എല്ലാം അറിഞ്ഞു തരും എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ.